വാർത്തകളിലേക്ക് വീണ്ടും മൂന്നാർ പരിസരത്തുള്ള കാട്ടാനകളെ കാട് കയറ്റാൻ ശ്രമം തുടരുകയാണ്. വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ആനകളെ നിരീക്ഷിച്ചു വരികയാണ്. ആൽവിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആൽവിൻ, എത്തരത്തിലാണ് ഈ ആനകളെ കാട് കയറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നത്? പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് വനംവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ ഓൾഡ് മൂന്നാറിന് സമീപം ഏതാണ്ട് 6 ആനകൾ വരുന്ന ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ആനയെ തുരത്തുന്നതിനുള്ള നടപടി ആ സമയത്ത് വനംവകുപ്പ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു നൂതന മാർഗം എന്ന നിലയിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ആദ്യം നിരീക്ഷിക്കുകയാണ് ഈ ആനയെ പരിസരത്ത് തന്നെ. ഇത് നിരീക്ഷിച്ച ശേഷം ഇത് ജനവാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ കടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തി വരുന്നത്. അത് ആനമുടി റിസർവ് മേഖലയിലേക്ക് ഈ ആനയെ തുരത്തുന്നതിന് വേണ്ട നടപടികൾ ആണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രവൃത്തി നടന്നു വരികയാണ്. 6 ആനകൾ അടങ്ങുന്ന കാട്ടാന കൂട്ടമാണ് ഈ മൂന്നാറിന്റെ ടൗണിനോട് ചേർന്നുള്ള ഓൾഡ് മൂന്നാർ പരിസരത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മൂന്നാറിന്റെ ടൗൺ മേഖലയിലും ഈ ആനക്കൂട്ടം ടൗൺ മേഖലയ്ക്ക് അടുത്ത് തന്നെ ഈ ആനക്കൂട്ടം ഉണ്ട് എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധേയം. അത് കൂടുതൽ ടൗണിലേക്ക് ഇറങ്ങാതെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ അതിനെ തുരത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ആനകളുടെ നീക്കം നിരീക്ഷിച്ചുകൊണ്ടാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ അത് പടക്കം പൊട്ടിച്ചും അവിടെ നിന്ന് ദൂരേക്ക് മാറ്റിവിടുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ആനമുടി റിസർവ് മേഖലയിലേക്ക് ഈ ആനകളെ കടത്തിവിടാനായിട്ടാണ് ഇപ്പോൾ സംഘം നിരീക്ഷിച്ചുകൊണ്ട് വരുന്നത്. മൂന്നാറിന്റെ റേഞ്ച് ഓഫീസർ കൂടിയായ ബിജുവിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമുള്ള പ്രവൃത്തി ഇപ്പോൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ പടയപ്പ ഉൾപ്പെടെയുള്ള ഒറ്റയാന്മാരെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക RRT സംഘത്തെ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു. അത് രാത്രിയും പകലുമായി പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. പടയപ്പ കഴിഞ്ഞ ദിവസങ്ങളിലായി കുറച്ച് ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്. ആ ആക്രമണ സ്വഭാവം കാണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പടയപ്പയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് പ്രത്യേക RRT സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. അവര് രാത്രിയും പകലുമായി അത് പടയപ്പയെ നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ വനംവകുപ്പിനുണ്ടായ തലവേദന എന്ന് പറയുന്നത് ഈ കാട്ടാനക്കൂട്ടമാണ്. ഈ മൂന്നാർ ടൗൺ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. കാര്യം ഇപ്പോൾ വിനോദസഞ്ചാര മേഖല ആകെ ഉണർന്ന ഒരു സമയമാണ്. മൂന്നാറിൽ തണുപ്പ് ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഏറെ മൂന്നാറിലേക്ക് എത്തുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടം ഏതെങ്കിലും തരത്തിൽ ഈ മൂന്നാറിന്റെ ടൗൺ മേഖലയിലേക്ക് പ്രവേശിച്ചാൽ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ജനവാസ മേഖലയിലേക്ക് വന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു നടപടി നടത്തി വരുന്നത്. അതിന് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അത്തരമൊരു നടപടികൾ നിരീക്ഷിക്കുന്നത്. ശരി, എന്തായാലും ആനകളെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.